അങ്ങനെയൊന്നുമില്ല അത്ര മതി. അപ്പോൾ ഈ കാണുന്നതാണ് താജ്മഹൽ. ഇത് ഇവിടെ മാത്രം കിട്ടുള്ളൂ. ഇവിടെ നമ്മുടെ നാട്ടിൽ നമ്മൾ ഉത്തർപ്രദേശിലെ ആഗ്രയിലേ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കിട്ടും, ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. ഇവിടുത്തെ അതിന് കുറച്ച് ഉറപ്പുള്ള സാധനം കിട്ടില്ല. കൊണ്ടോട്ടി നേർച്ചയൊക്കെ ഉണ്ടാക്കിയൊക്കെയില്ല ചിലയിടത്ത്. അതേമാതിരി ഉള്ള സെറ്റപ്പല്ല, കുറച്ച് വലിയ സൈസൊക്കെ ഉള്ള സാധനമാണ്. ഹായ് ഗായ്സ്, നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എവിടെയുള്ള അറിയോ? ആഗ്രയിലാണ് കേട്ടോ. ആഗ്രയിൽ വലിയൊരു പള്ളിയിലാണുള്ളത്. അതായത് നമ്മളെ വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. നമ്മളെ വണ്ടിമേലെ ബോർഡ് നമ്മൾ തിരിച്ചു വെച്ചു കേട്ടോ. ഇപ്പോൾ കേരള ടു കാശ്മീർ അല്ല, കാശ്മീർ ടു കേരളയാണ്. പക്ഷേ നമ്മൾ വന്ന വഴി കൂടെ അല്ല, നമ്മൾ കയറാത്ത സംസ്ഥാനത്ത് കയറിയത് ഇപ്പോൾ രണ്ടാമത്തെ സംസ്ഥാനമാണ്, മൂന്നാമത്തെ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. നമ്മൾ ലൊക്കേഷൻ ഇല്ലാത്ത സ്ഥലമായിരുന്നു ഹിമാചൽ പ്രദേശും മണാലിയും കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഡൽഹി നമ്മൾ ലൊക്കേഷൻ ഇല്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ഉത്തർപ്രദേശ് കേട്ടോ. ഇപ്പോൾ മൂന്നാമത്തെ സംസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ലൊക്കേഷൻ നമ്മൾ പ്ലാനില്ലാത്ത കാര്യങ്ങൾ വന്ന സംസ്ഥാനമുള്ളത്. അപ്പോൾ ഏതാ എൻ്റെ പാട് അല്ലേ പോവാ? അപ്പം ഇതിൻ്റെ ചരിത്രങ്ങളൊന്നും പറഞ്ഞു. അതെ, ഇത് വലിയൊരു പള്ളിയാണ്. വലിയ പള്ളി പറഞ്ഞാൽ നല്ല ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അധികമൊന്നുമില്ല, അത്രേ ഉള്ളൂ. പിന്നെ ചരിത്രമാക്കപ്പെട്ട പള്ളിയാണ്. അവിടെ ഒരു എഴുതി വെച്ചിട്ടുണ്ട് പള്ളീൻ്റെ ഡീറ്റെയിൽസ്. ഇത് ഗവൺമെൻറ്റാണ് ഇപ്പോൾ നോക്കി നടത്തുന്നത് കേട്ടോ. പക്ഷേ ഇവിടുത്തെ മൂല്യമാർക്ക് ചിലവൊന്നും കൊടുക്കില്ല, അതൊന്നും ഓല ഇതിൽ പെട്ടതല്ല. പിന്നെ ഹുമയൂൺസ് മോസ്ക് 1530 AD കാലഘട്ടത്തിലുള്ള കേട്ടോ എഴുതിയിട്ടുണ്ട്. The mosque was built by Humayun's order in the year of has accession. അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ കേട്ടോ. ഹിന്ദിയിൽ എഴുതിച്ചിട്ടുണ്ട്. കാബൂൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. കാബൂൾ അങ്ങനത്തെ അവിടെ അല്ലേ, പാകിസ്ഥാനിലല്ലേ. അവിടെയൊക്കെ വീടുകളാണ് കേട്ടോ. ചെറിയ ചെറിയ ചേരി പോലത്തെ, ചേരിയല്ല, അത്യാവശ്യം വലിയ ബിൽഡിംഗ് ആണ്. പക്ഷേ ആൾക്കാർക്ക് ജീവിക്കുന്ന തിങ്ങി പാർത്താണ് കേട്ടോ. ഗായ്സ്, നമ്മളിപ്പോൾ താജ്മഹലിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് കേട്ടോ. 1 കിലോമീറ്റർ നടക്കാണ്ടത് പറഞ്ഞപ്പോൾ അതിന് മുമ്പുള്ള കടകളും കാര്യങ്ങളുമാണ് ഈ കാണുന്നത് മൊത്തം. ചെരുപ്പിൻ്റെ കട, ഫുഡ്, ചോറിൻ്റെ കട, കുട്ടികൾക്കുള്ള വെറൈറ്റി ഐറ്റംസ്, ബാഗിൻ്റെ കട, ചെരുപ്പിൻ്റെ കട, ലെതറിൻ്റെ ഷൂവൊക്കെ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പോവാം. ഇത് താജ്മഹലിക്കുള്ള ഷോർട്ട് കട്ടാന്ന് പറഞ്ഞു കേട്ടോ. താജ്മഹൽ നടന്നു തന്നെ പോകണം അല്ലേ, വേറെ വഴിയൊന്നുമില്ലല്ലേ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് താജ്മഹൽ നേരിട്ട് കാണാൻ പോവുകയാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. പിന്നെ വേറെ പ്രശ്നമുണ്ട്, താജ്മഹൽക്ക് എൻട്രി കൊടുക്കാനുള്ള പൈസ നമ്മൾ എടുത്തില്ല. അതായത് ക്യാഷായിട്ട് പൈസ വേണ്ടി വരും. അറിയില്ല, അവിടെ പോയി നോക്കിയാലേ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ ക്യാഷൊക്കെ നമ്മൾ ഗൂഗിൾ പേയിലും കാര്യത്തിലാണുള്ളത്. അപ്പം ഇനി അവിടെ പോയിട്ട് കാണാം. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും മലയാളീസിനെ കാണാൻ നോക്കാം. മലയാളീസിൻ്റെ അടുത്ത് നിന്ന് ക്യാഷ് അവർക്ക് ഗൂഗിൾ പേക്ക് ഇട്ട് കൊടുത്തിട്ട് നോക്കാം. കൈ തരുമോ ചോദിച്ചു നോക്കാം. അങ്ങനെ താജ്മഹലിൻ്റെ ഫ്രണ്ടിലോട്ട് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പ്രൊസീജിയർ ഉണ്ട് ഇവിടെ കയറി കൂടണമെന്നുണ്ടെങ്കിൽ. ഒറ്റയടിക്ക് വണ്ടി വന്നാണ്ട് ഇതിൻ്റെ ടിക്കറ്റ് ഇറങ്ങാണ്ട് കയറി വരാനൊന്നും പറ്റില്ല കേട്ടോ. ഒന്നാമത് നല്ല ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ. പിന്നെ അതുപോലെ തന്നെ ചെക്കിംഗ് ഒക്കെ ഭയങ്കരമാണ്. നല്ലപോലെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഹെൽമെറ്റ്, ബാഗ്, ഒരു വക സാധനങ്ങളിനുള്ളിൽ കയറ്റാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ട്രൈപോഡ് പറ്റില്ല. അതായത് ട്രൈപോഡ് ഇപ്പോൾ മൊബൈലിന് യൂസ് ആണെങ്കിലും ട്രൈപോഡ് പറ്റില്ല, പക്ഷേ ക്യാമറ പറ്റും. അത് വല്ലാത്തൊരു ഇതായിട്ടോ. എന്ത് സംഭവം അറിയില്ല, എന്തുകൊണ്ടാണെന്നുള്ളതായിട്ടില്ല. ഇനിയിപ്പോൾ ട്രൈപോഡ് കൊണ്ട് വല്ല ദുരുപയോഗം ഉണ്ടാവും. അതുകൊണ്ട് പല പരിപാടി ഉണ്ടാവും, ടൈപ്പ് പരിപാടിയും ചെയ്യാൻ പറ്റുമായിരിക്കാം, അറിയില്ല. അപ്പോൾ ഇതേ നമ്മൾ താജ്മഹലിൻ്റെ ഫസ്റ്റ് ഗേറ്റാണ് ആ കാണുന്നത് കേട്ടോ. ഓ, അടിപൊളി കേട്ടോ. ഇതെല്ലാം താജ്മഹൽ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് കാണുന്നതാണ് താജ്മഹൽ. നമുക്കിപ്പോൾ കാണുന്നുണ്ട്, ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് കാട്ടിത്തരാം കേട്ടോ. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, മലയാളീസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് സംസാരിച്ച് പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് മലയാളീസാണെന്ന്. അവിടെ നിന്ന് മലയാളത്തിൽ വർത്താനം കേൾക്കാൻ പറ്റും. താജ്മഹലിൻ്റെ ഗേറ്റാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് ഗേറ്റ് മാത്രം. താജ്മഹൽ കാണാൻ പോകുന്നേ ഉള്ളൂ നമ്മൾ കേട്ടോ. കവാടം, അതായത് താജ്മഹലല്ല ഇത്, ഇതിൻ്റെ ബാക്കിലാണ് താജ്മഹൽ. അതിപ്പോൾ നിങ്ങളുടെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ കാണാനാണ് കവാടം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് കാണുന്ന കാഴ്ചയാണ് അപാരം. അപ്പോൾ പോയി നോക്കാം.
നമ്മളിപ്പോൾ എവിടെയുള്ളതെന്ന് അറിയോ? താജ്മഹൽ. അങ്ങോട്ട് വാ. അപ്പോൾ നമ്മൾ ഫോട്ടോയിൽ മാത്രം കണ്ടിട്ടുള്ള താജ്മഹലാണ് ഈ കാണുന്നത് കേട്ടോ. ഒരു കിണ്ണം കാച്ച സാധനമാണ് ആ കാണുന്നത്. ഇത് ഫോട്ടോ കണ്ടത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇച്ചിൽ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. ആർക്കെങ്കിലും അങ്ങനെ മേത്ത് കൊണ്ടെങ്കിൽ സോറി. അത് അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി എടുത്ത് പോയാൽ അറിയാം ഈ മാത്രം ഉണ്ടോ എന്നൊക്കെ നോക്കാം. ഒരു അലാക്കിൻ്റെ അവലിങ്ങഞ്ഞായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. നമ്മൾ ആ ഇതിൽ കാണുന്ന ഫോട്ടോയിൽ കാണുന്ന ആ സ്വിമ്മിങ് പൂൾ ഇതാട്ടോ അവിടെ. അതിൻ്റെ സെൻറ്ററിൽ കൂടെ എടുക്കുമ്പോഴാണ് ആ യഥാർത്ഥ താജ്മഹലിൻ്റെ ലുക്കാണ് കിട്ടുള്ളൂ. ഇത് നമ്മളെ നാട്ടിൽ കൊണ്ടോട്ടി നിറച്ചൊക്കെ ഉണ്ടാക്കല്ലോ ഇതിൻ്റെ സെയിം സാധനം. അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇപ്പോൾ ഇതും കണ്ടിട്ട്. പിന്നെ ഇതന്നെയാണ് ഒറിജിനൽ. ഇനി വേറെ ഉണ്ടാവില്ലേ? ഒരു ഫീൽ കിട്ടുന്നില്ല കേട്ടോ. ഇതാണ് ലോകത്തെ 10ാമത്തെ അത്ഭുതമോ 5ാമത്തെ അത്ഭുതത്തെയാണത്. സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ സൈസും കാര്യങ്ങളൊന്നുമല്ല. അതിമ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫുള്ള് മാർബിൾ കഷ്ണങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാക്കിയാണ് കേട്ടോ. അന്നത്തെ കാലത്ത് ഇത്രയും അടിപൊളി സംഭവം ഉണ്ടാക്കുക പറഞ്ഞാൽ അതും വലിയൊരു സംഭവമായിരുന്നു. എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ എന്തിനാണ് ഉണ്ടാക്കിയെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. ഷാജഹാൻ മുംതാസിന് വേണ്ടി എന്താണ് സ്മരണക്കോ മരിച്ചപ്പോൾ ഇപ്പോഴും മുംതാസ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു തന്നെ നമ്മൾ പറഞ്ഞിറക്കുന്നത് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടാണല്ലോ. അപ്പോൾ അതിൻ്റെ കാരണം കൊണ്ടാണ് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ എത്ര 250 ഉറുപ്പ്യാണ് ഉള്ളിലേക്ക് കയറാൻ. ഇവിടെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ തന്നെ എടുക്കാൻ 50 ഉറുപ്പ്യാണ്. ഉള്ളിലേക്ക് കയറിയിട്ട് പ്രത്യേകിച്ച് ഇപ്പം എന്താ ഒന്നുമില്ല. അതിൻ്റെ മറ്റേ ഷാജഹാൻ്റെ മുംതാസിൻ്റെ ചിലപ്പോൾ ഇതുണ്ടാവും. മറ്റേ കബറിൻ്റെ ഉണ്ടാവണം അല്ലേ? കബറിൻ്റെ ഉള്ളിൽ അതും ടൈൽസ് കൊണ്ടും ഇതുകൊണ്ട് മാർബിൾ കൊണ്ടും കൊത്തി വെച്ചതാണ്. ഇഷ്ടംപോലെ മലയാളീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ക്യാമറാമാൻ ഉണ്ട്. എല്ലാവരും ഇത് ഫോൺ ഉണ്ടായവർക്കൊക്കെ നഷ്ടമാണ് ഇപ്പോൾ. അപ്പോൾ ഇതിന് അടുത്തൊക്കെ ഒന്ന് പോയി നോക്കാം കേട്ടോ. ഗായ്സ്, നമ്മൾ താജ്മഹലിന് മുമ്പ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി മലയാളീസിനെ ചോദിച്ചു നോക്കട്ടോ. ഇത് മലയാളീസാണ്. എക്സ്പ്രഷൻ ഇട്ട് ചാവുന്നു. ഈ താജ്മഹലിന്റെ അടുത്തേക്ക് ഇങ്ങനെ പ്രവേശിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെയൊന്നുമില്ല അത്ര മതി. അപ്പോൾ ഈ കാണുന്നതാണ് താജ്മഹൽ. ഇത് ഇവിടെ മാത്രം കിട്ടുള്ളൂ. ഇവിടെ നമ്മുടെ നാട്ടിൽ നമ്മൾ ഉത്തർപ്രദേശിലെ ആഗ്രയിലേ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കിട്ടും, ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. ഇവിടുത്തെ കാര്യം കുറച്ച് ഉറപ്പുള്ള സാധനം കിട്ടില്ല. കൊണ്ടോട്ടി നിറച്ചൊക്കെ ഉണ്ടാക്കിയൊക്കെയല്ലേ ചിലവിടത്ത്. അതേമാതിരി ഉള്ള സെറ്റപ്പല്ല, കുറച്ച് വലിയ സൈസൊക്കെ ഉള്ള സാധനമാണ്. പിന്നെ ഇഷ്ടംപോലെ മലയാളീസൊക്കെ ഉണ്ട് കേട്ടോ. മലയാളീസ്, ബംഗാളീസ് ഉണ്ട്, അണ്ണന്മാരുണ്ട്, സകല ജാതികളുണ്ട് കേട്ടോ. കാരണം ലോകാത്ഭുതമല്ലേ. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രം ആൾക്കാരല്ല, പുറമെ ഇംഗ്ലീഷുകാരുണ്ട്, ആഫ്രിക്കൻസ് കണ്ടില്ല കേട്ടോ. പല ജാതി നാട്ടുകാരുണ്ട്. നമ്മൾ ക്യാമറ ഫ്രെയിമിൽ ഒതുങ്ങണില്ല കേട്ടോ, വൈഡ് ഇട്ടിട്ടും. അത് വൈഡല്ല. ഓക്കെ, ഇപ്പോൾ കാണിച്ചു തരാം അതിൻ്റെ ഫുൾ സൈസ്. ഗായ്സ്, നമ്മളെ ക്യാമറയിൽ താജ്മഹലിൻ്റെ മിനാരം കണ്ടില്ല, 2 സൈഡിലെ തൂണും വളഞ്ഞായിട്ട് നിൽക്കുന്നത്. ഫുള്ള് അറബിക്ക് എഴുതിച്ചിട്ടുണ്ട് കേട്ടോ ചുറ്റുവട്ടത്തും. ഒരു ലോഡ് ജനസാഗരം ഉണ്ട് കേട്ടോ. ഒരു ലക്ഷങ്ങളുണ്ട് ഇവിടെ, ലക്ഷങ്ങൾ. അപ്പോൾ ഇതൊക്കെ ആ കാണുന്നൊരു സംഭവമുണ്ട്, ഈ കാണുന്ന സംഭവമുണ്ട് കേട്ടോ. ചെറിയ മറ്റേ നാട്ടിലൊക്കെ മറ്റേ അപ്പുറത്ത് മിനാരം ഉണ്ടാക്കിച്ചമാതിരി വലിയ വലിയ അലാക്കിൻ്റെ അവലുങ്കഞ്ഞികളാണ് ഉണ്ടാക്കി വെച്ചിട്ടോ. അതൊക്കെ ഗേറ്റ് കയറും ചിലപ്പോൾ. ഇതിൻ്റെ ഉള്ളിലേക്കുള്ള 4 ഭാഗത്തുനിന്ന് വരെ ഗേറ്റ് ഉണ്ടാവില്ല. നമ്മൾ സെൻട്രൽ ഗേറ്റിലൂടെ കയറിയത്. ഇവിടെ പൂളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് ആ ഭാഗത്ത് കടക്കാൻ സമ്മതിച്ചില്ല. പണ്ട് ഇങ്ങോട്ടൊക്കെ സമ്മതിച്ചിരുന്നു. ഇതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നടക്കാൻ പോയിരുന്നു. പിന്നെ അത് എല്ലാവരും ചവിട്ടി ചമ്മന്തിയാക്കി ആകെ വെള്ളത്തിലൊക്കെ കളിച്ച് ആകെ എരപ്പായപ്പോൾ അത് ഒഴിവാക്കിയതാണ് കേട്ടോ. പിന്നെ ഇത് ഈ പുൽമേടിൻ്റെ അവിടെയാണ് ഞങ്ങൾ പലജാതി നിറത്തിൽ പൂക്കൾ കുഴിച്ചിട്ടുണ്ട് കേട്ടോ. പലജാതി പറഞ്ഞാൽ ഓരോ ചെടീൻ്റെ അപ്പുറത്തും വേറെ വേറെ ഐറ്റംസ് ചെടികളാണ് കുഴിച്ചിട്ടുള്ളത്. നല്ല ഭംഗിയാട്ടോ കാണാൻ. ഫുൾ മെയിൻറ്റെയിൻസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കാണാനാണ് മക്കളെ താജ്മഹൽ. നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു സായിപ്പിനും മദാമിനും കണ്ട നിങ്ങൾ. ഇത് സായിപ്പും മദാമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എണ്ണം പറഞ്ഞ സായിപ്പും മദാമകളാണ് ഇവിടെ ഉള്ളത്. ആണെന്നാണ് യമുന നദി. യമുന നദിയുടെ അടുത്തുള്ള ഒരു ചെറിയൊരു പള്ളിയാണ് ഈ കാണുന്നത്. ഇവിടെ ശരിക്കും കാണില്ല കേട്ടോ.
അവിടെയാണ് മെയിനായിട്ട് നിങ്ങൾ കാണുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോഴേ അത് താജ്മഹലാന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ. പലജാതി കിളികളുണ്ട് കേട്ടോ, മഞ്ഞക്കിളി, പച്ചക്കിളി, കറുപ്പക്കിളി, കാക്കച്ചി മുതൽ കുരുവി മുതൽ ദേശാടന പക്ഷികളായിട്ടുള്ള പലജാതി കിളികളുണ്ട് കേട്ടോ. അവിടെ കടൽ കാക്ക ഉണ്ട്. നദി ആകെ മലിനീകരമായി കിടക്കണം കേട്ടോ, വൃത്തി വെടിപ്പൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് പറഞ്ഞാൽ. ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറിയാലാണ് എന്താ ഉള്ളിലുള്ളതെന്ന് അറിയുള്ളൂ. നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായോ? കണ്ണ് കാണാത്ത ആൾക്കാർക്ക് വായിക്കാനുള്ള സംഭവം കേട്ടോ, അതായത് ചരിത്രം വായിക്കാനുള്ള സംഭവമാണ് താജ്മഹൽ. എന്താണുള്ളത് വായിക്കാനുള്ള സംഭവം? അതെ അതെ അതെ. ഇതിപ്പോൾ അലിഫ് ബാ താ കൂട്ടി വായിക്കുകയാണെങ്കിൽ മുംതാസ് ഷാജഹാന് വേണ്ടി പണിത സംഭവമാണ് ഇത്. അതൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. അങ്ങനെയാണ്. പിന്നെ ഇതിപ്പോൾ നമ്മൾ കയറിയ ആ മതിലാണ് കാണുന്നത്. ഇനി ഇതിൻ്റെ ബാഗാണ് എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കണം കേട്ടോ. ഈ സംഭവമാണ് എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കണേ. ഈ കാലിന് വെച്ചാത്ത ആൾക്കാർക്കൊക്കെ പ്രത്യേക പരിഗണന ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും വരാൻ പറ്റും. താജ്മഹലിനോട് വിട പറഞ്ഞ് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെ ഒഴുകി വരികയാണ് ഇതിൻ്റെ ഉള്ളിൽ. ആകെ കണ്ടമാനം ഇവിടെ നിന്നൊക്കെ വണ്ടി മുളിച്ച് വരുന്ന ടീമാണ് കേട്ടോ. ഇവിടെ ഗേറ്റിൻ്റെ അടുത്ത് കുറേ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ എന്തൊരു ഓഫീസുണ്ട്. അവിടെ കുറേ സെക്യൂരിറ്റിമാരെ കുറേ സംഭവങ്ങളുണ്ട്. ഭയങ്കര കനത്ത സുരക്ഷ നൽകുന്നുണ്ട് സ്ഥലത്തിനൊക്കെ. കാരണം ഇതൊക്കെ ഇന്ത്യയുടെ പ്രതിച്ഛായകളാണ്. ഇവിടെയൊക്കെ ആരെയും വന്ന് ബോംബിട്ടാലോ ഭയങ്കര പ്രശ്നമാവും. അത് അടുത്തൊരു ഗേറ്റാണ് കേട്ടോ അത് കാണുന്നത്, ആ തലക്കിൽ കാണുന്നത്. ഇഷ്ടം പോലെ ഗേറ്റും കാര്യങ്ങളും ഉണ്ടല്ലോ. പക്ഷെ നമ്മൾ അയിക്കൂടല്ലോ വന്നേ. നമ്മൾ അയിക്കൂടെ വന്നേ. നമ്മൾ അയിക്കൂടെ ഉണ്ടോ വന്നേ. ഇഷ്ടംപോലെ നടക്കാൻ സ്ഥലം ഉണ്ടായതുകൊണ്ട് എത്ര ആൾക്കാർക്കും കയറാം അതിൻ്റെ ഉള്ളിലേക്ക്. പ്രത്യേകിച്ച് ഒന്നും കാണാനല്ല. അതന്നെ ആ ബിൽഡിങ് താജ്മഹൽ. സംഭവം കണ്ടെങ്കിൽ ഈ കോയിന് വേണ്ട നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ മെട്രോയിൽ കയറണം അതേ സിസ്റ്റം. അതെ അതെ അതെ. നമ്മൾ കൊച്ചി മെട്രോയിൽ കയറിയവർക്കൊക്കെ അറിയാം. നമ്മളെ ഫ്രണ്ടിൽ ഒരു കമ്പി തടഞ്ഞു വെക്കും. അത് അവിടെ സ്കാൻ ചെയ്താൽ ഈ സാധനം സ്കാൻ ചെയ്താൽ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടുള്ളൂ കേട്ടോ. ഇത് ചെയ്തിട്ടുള്ളത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കത് കാണിച്ചു തരാം കേട്ടോ. അത് ക്യാമറ എടുക്കാൻ പറ്റുമോ അറിയില്ല, ചിലപ്പം പ്രശ്നമാണ്. जिसके मोबाइल में ये टिकट ओपन करके लेके आना. ഇവിടെ ആ സിസ്റ്റം അല്ല കേട്ടോ. ഈ സാധനം കജ്ജ കൊടുത്താൽ മതി, എന്നാൽ പോകാൻ പറ്റും. ചിലയിടത്തൊന്നും അങ്ങനെയല്ല കേട്ടോ. എൻട്രി സ്കാൻ ചെയ്താണ്ട്. അതെ അതെ. കയറുമ്പോൾ നമ്മൾ ആ സാധനം അവിടെ തൊടുമ്പോഴൊക്കെയാണ് തുറന്ന് പോകാനുള്ളത് കേട്ടോ. അപ്പോൾ അതാണ് പുറത്തേക്ക് ഇനി കുറേ പോകാണ്ട് കേട്ടോ. 1 കിലോമീറ്റർ ഇനി നടക്കാണ്ട്. ആൾക്കാർ ഇങ്ങനെ ഒഴുകി വരുന്ന കണ്ടങ്ങൾ പല നാട്ടിൽ നിന്ന്. പിന്നെ ഇവിടെ ആഗ്ര ഫോർട്ട് പറഞ്ഞിട്ട് വേറെ സംഭവം ഉണ്ട് കേട്ടോ. അതിന് ഏത് കാട്ടിലാണാവോ. പിന്നെ ബേബി താജ് പറഞ്ഞ വേറെ സംഭവം ഉണ്ട് കേട്ടോ. ബേബി താജ്. പക്ഷേ അത് താജ്മഹലിൻ്റെ ലുക്കൊന്നും അല്ല. നമ്മൾ ഹെൽമെറ്റ് എടുക്കണ്ടേ. പട്ടിപ്പൊലി. അത് ബേബി പട്ടികൾ. ഇവിടെ ഉണ്ടായ ക്ലോക്ക് റൂം ഫെസിലിറ്റി. പൈസ അടക്കണ്ട, ദയവ് ചെയ്ത് പൈസ അടക്കണ്ട. എന്താ ഗൈസ്, ആ പോണൊരു ഇലക്ട്രിക് സ്കൂട്ടറാണ് കേട്ടോ. അത് ചായ ഉണ്ടാക്കണം. വേസ്റ്റ് ബിന്നാണല്ലേ. വേസ്റ്റ് ബിന്നാണ് അവിടെ ക്ലീൻ ആക്കുന്ന സംഭവമാണ് ആ കാണുന്നത്. ഇവിടെ ഒരുപാട് ഇലക്ട്രിക് വെഹിക്കിളുണ്ട്. നമുക്ക് ഈ ഫോർച്യൂണേഴ്സൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് വെഹിക്കിളാണ്. നടക്കാൻ പാടി ആയതുകൊണ്ട് 10-100 കൊടുത്താൽ 1 കിലോമീറ്റർ നടക്കാണ്ടല്ലോ റോട്ടിൽ നിന്ന് ഇങ്ങോട്ട്. അത് ആ ഇലക്ട്രിക് ബൈക്കല്ല, ഇലക്ട്രിക്കിൻ്റെ ഒരു കാറിൻ്റെ ഷേപ്പുള്ള ഇഷ്ടംപോലെ ആൾക്കാർക്ക് പോകാം. നമുക്കത് കാണിച്ചു തരാം. നമ്മുടെ ഫ്രണ്ടിലുണ്ട് സംഭവം. ഒരു ലോഡുണ്ട് ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇഷ്ടം പോലെ ആൾക്കാർക്ക് കേട്ടോ. ഒരു ട്രാവലർ പോകുന്ന ആൾക്കാർക്ക് ഇതിന് കയറി ഇരിക്കാനുള്ള സൈസ് ഉണ്ട്. അത് ഇലക്ട്രിക് ആണത്. ഇതൊരു 1 കിലോമീറ്റർ. ഇത് നമ്മളെ നാട്ടിൽ കൂടെ റോട്ടിൽ കൂടെ ഓടുന്ന സംഭവമല്ല. ഇവിടെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ കാണുന്ന സംഭവമാണ് ഈ സാധനം കേട്ടോ. ഇലക്ട്രിക് ഒരു കാർ സെറ്റപ്പാണ്. ഇലക്ട്രിക് ആണ്. പിന്നെ അതിനത്ര റുപ്യ നമുക്ക് അറിയില്ല കേട്ടോ.
അപ്പോൾ നമ്മൾ എക്സിറ്റ് പോവാണ്. താജ്മഹൽ അങ്ങോട്ടും ലോക്കർ ഇങ്ങോട്ടും. നമ്മൾ ലോക്കറിൽ നമ്മൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഹെൽമെറ്റ് വെക്കാൻ 20 രൂപയായിട്ടായത്. പിന്നെ വണ്ടിമ വെക്കണത്, വണ്ടിക്ക് നമ്മൾ പാർക്കിംഗ് ഫീ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് അവിടെ വെക്കണത് തീരെ സേഫ് അല്ല. ഈ വണ്ടി ഉണ്ടാവും തന്നെ അറിയില്ല. ഹാൻഡ് ലോക്കൊക്കെ ഇട്ടിട്ടുണ്ട്, പോയി നോക്കാം. നാട്ടിലെ പൈസനായിട്ടും കുറവാട്ടോ ഇവിടെ ചാവലിന്. ഐ മീൻസ് ചോറിന് നാട്ടിലെ പൈസനായിട്ടും കുറവാട്ടോ. അതായത് 30 റുപ്യക്ക് അച്ചാറും കറിയും ഒക്കെ തരാമെന്നാണ് പറഞ്ഞത്. 30 റുപ്യക്ക്. ഇതിപ്പോൾ താജ്മഹലിൻ്റെ എൻട്രീൻ്റെ അവിടെയാണ് കേട്ടോ. ഇത്ര വിലക്കുറവിൽ നമ്മളെ നാട്ടിൽ നിന്ന് 30 റുപ്യക്കൊന്നും ചോറ് കിട്ടിയില്ല. അതൊക്കെ പഴയ കാലം, 90s കാലത്തൊക്കെ 30 റുപ്യക്ക് ചോറ് കിട്ടിയിട്ടുണ്ടാവുള്ളൂ കേട്ടോ. ഓ എൻ്റെ മോനെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം ഉണ്ട്. വള്ള നിറയുന്നതാണ് എൻ്റെ അഭിപ്രായം. അതായത് ആലൂൻ്റെ കറിയുണ്ട്, അച്ചാറുണ്ട്. എന്താ ഇത് സെയിം സാധനം തന്നെ കേട്ടോ. അല്ല കേട്ടോ, അത് മാറ്റുണ്ട്. ഇത് രസമുണ്ട്, രസം. പിന്നെ ഇതിൽ വേറെ എന്തൊരു കറി കൂടി ഉണ്ട് കേട്ടോ. ആലു തന്നെയാണത്. അല്ല, അത് പരിപ്പാണ്, ദാലാണ്. ഇത് എൻ്റെ വെള്ള ക്യാരറ്റ് കേട്ടോ, മുള്ളങ്കി കറി. ഉണ്ട് ടേസ്റ്റില്ലേ? പൈസ വയ്ക്കുമ്പോൾ എന്ത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി. കഴിക്കട്ടെ കേട്ടോ. ഫുഡ് കഴിച്ചത് തികഞ്ഞില്ല കേട്ടോ. അതായത് 60 റുപ്യക്കുള്ളപ്പോൾ 90 റുപ്യ ഒരു പ്ലേറ്റും കൂടി വാങ്ങി. എന്നിട്ട് പകുതിയാക്കി. അപ്പോൾ വെള്ളം അറിഞ്ഞു, പക്ഷേ അപ്പോൾ നഷ്ടമായി. മലപ്പുറത്ത് ചില സ്ഥലത്തൊക്കെ 40 റുപ്യക്ക് ചോറിട്ടും. 40 റുപ്യ 80 റുപ്യ ആകുമ്പോൾ നമുക്ക് ഇവിടെ 90 ഇനി 50 റുപ്യ എടുത്ത് വാങ്ങാൻ കൊടുത്ത് നമുക്ക് ലാഭമായി. 10 റുപ്യ ലാഭമായി. 90 വരുള്ളൂ. അതായത് ഇപ്പോൾ 90 റുപ്യ ആയിട്ടുള്ളൂ. നാട്ടിലാണെങ്കിൽ 100 റുപ്യ ആവുമെന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഗൂഗിൾ പേ ഉണ്ട് കേട്ടോ. ഗൂഗിൾ പേ ഇല്ലെങ്കിൽ നമ്മൾ മോഞ്ചില്ല. പൈസ ഉണ്ട് കേട്ടോ. പൈസ ഇവിടെ ആഗ്രൻ്റെ താജ്മഹലിൻ്റെ മുമ്പിൽ തന്നെ HDFCൻ്റെ ATM കൊണ്ടു വെച്ചിട്ടുണ്ട്. അത് വലിയൊരു കാര്യം കേട്ടോ. ആ ബാങ്കുകാർക്കെങ്കിലും ബുദ്ധി ഉണ്ടല്ലോ. അതൊരു ജീവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ജീവിക്കാൻ കേട്ടോ. കണ്ട നിങ്ങൾ അതെ, നമ്മുടെ നാട്ടിലെ മുള്ളങ്കില കക്കരിക്കൻ്റെ മറ്റേ ഐറ്റംസ്, പിന്നെ പേരക്കൊക്കെ കൊടുത്തിട്ട് വിൽക്കുകയാണ് കേട്ടോ ഒരു ചേച്ചി. എല്ലാവരും കച്ചവടമാണ് കൂടുതൽ ആൾക്കാർ നോക്കണത് ഇങ്ങനത്തെ നാട്ടിലൊക്കെ. ഡൽഹിയിലും UP യിലൊക്കെ ഒരുപാട് തെരുവ് കച്ചവടക്കാർ, ഇഷ്ടം പോലെ തെരുവ് കച്ചവടക്കാരുണ്ട്. എല്ലാവർക്കും ജീവിതമാർഗം പറയണത് ഇങ്ങനത്തെ എന്തെങ്കിലും ചെറിയ ഐറ്റംസ്. അതുകൊണ്ട് ഷൂ ഒക്കെ ഒരു ലോഡ് ഉന്തും വണ്ടിയിലാണ് കൊണ്ടുവയ്ക്കുന്നത്. നല്ല അടിപൊളി ഷൂ ഒക്കെ. അപ്പോൾ ഇതിന് മുമ്പ് ലൈസൻസ് ഒന്നും ഉണ്ടാവില്ല. ലൈസൻസൊക്കെ കമ്മിക്കാരും, പക്ഷേ ഒക്കെ അനുവദനീയമാണ് അവിടെ. അതുകൊണ്ട് തന്നെ നാട്ടുകാരെ ജീവിച്ചു പോകണം. അല്ലെങ്കിൽ സർക്കാർ നിനക്ക് ലൈസൻസ് എടുക്കണം, നിനക്ക് റൂം വേണമെന്നൊക്കെ പറഞ്ഞാൽ കുടുങ്ങിയില്ലേ. ആകെ പ്രശ്നമായി കേട്ടോ. ഇഷ്ടം പോലെ ഷൂവിൻ്റെ കടയും ജാതി ഐറ്റംസ്. താജ്മഹൽ, മിനി താജ്മഹൽ ഒരു ലോഡ് കിട്ടും. വെച്ചിടുന്നില്ല. നമ്മളെപ്പോഴും ഓക്കെയാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നത് നമ്മുടെ സിമ്മ് എയർടെൽ തന്നെയാണ്. പക്ഷേ ഇവിടെ ജിയോ തീരെ വർക്കാവില്ല. ജിയോ നമ്മുടെ നാട്ടിൽ വലിയ സംഭവമാണ്. ഇവിടെ ജിയോ 5 പൈസക്ക് ഇല്ല കേട്ടോ. പിന്നെ എയർടെലും വർക്കാവില്ല. പക്ഷേ എൻ്റെ എയർടെൽ പോസ്റ്റ് പെയ്ഡാണ്. ഏത് കാർട്ടിലും വർക്കാവും കേട്ടോ, നെറ്റും കിട്ടും. അപ്പോൾ നമുക്ക് പോവാം. നേരെ നമുക്ക് പള്ളിയിലാണ്. നമ്മൾ ലഗേജ് ഒന്നും എടുത്തിട്ടില്ല. നേരെ പള്ളിയിലാണ് സാധനങ്ങളൊക്കെ വെച്ച് പള്ളിക്ക് പോയിട്ട് അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാം കേട്ടോ. ഓക്കെ, കാണുന്നത് UP യിലെ ആഗ്രയിലുള്ളൊരു കോളനിയാണ് കേട്ടോ. ചെറിയ ചെറിയ കടകൾ, ചെറിയ ചെറിയ ഓട്ടോറിക്ഷകൾ ഒക്കെ ചെറുതാണ്. പക്ഷേ തീരെ വൃത്തി മേനൊന്നും ഇല്ലാത്തൊരു നാടാണ് കേട്ടോ. തീരെ വൃത്തിയില്ല. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ആ പള്ളി കൊണ്ടു വെച്ചിട്ടുള്ളത്. പള്ളിക്കൊന്നൊരു റോഡും കാര്യങ്ങളൊന്നും ഇല്ല. ഫുള്ള് തട്ടിക്കൂട്ട് പരിപാടി കേട്ടോ. ഇത് ഇലക്ട്രിക്കും ഉണ്ട്, പിന്നെ പെട്രോൾ ഉണ്ടോ അറിയില്ല. പെട്രോൾ ഉണ്ട് തോന്നുന്നുണ്ട്, ചിലത് സൗണ്ട് ഉള്ളത് കേട്ടോ. ഈ കാണുന്ന തുണികൾ അലക്കാനുള്ളിട്ടത് അവിടെ തുണി കാണുന്നത് അലക്കാണ്ട് വെയിൽ ഉണങ്ങാൻ വേണ്ടിയിട്ടതാണ്ട്. നിലത്തൊക്കെയാണ് ഡ്രസ്സ് ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഇതിലൊക്കെ നായകളൊക്കെ വന്നാണ്ട് കിടന്നുറങ്ങുകയൊക്കെ ചെയ്യും. അതൊന്നും ഇവർക്ക് വിഷയമല്ല, കേസല്ല. കാരണം ഇവർക്ക് നജസൊന്നും വിഷയമല്ലല്ലോ. അപ്പോൾ നമ്മൾ കുറേ കോളനീൻ്റെ ഉള്ളിലാണ് നമ്മളെ പള്ളി കൊണ്ടുപോയി ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ പോണത് അജ്മീർക്കാണ് കേട്ടോ. നമ്മൾ അജ്മീർ വഴി പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ കയറിയിട്ടില്ല. ഇപ്പോൾ ശരിക്കും ഒന്ന് കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ പള്ളിയിൽ നിന്ന് അവിടുത്തെ ഉസ്താദന്മാരോടൊക്കെ യാത്ര പറഞ്ഞു ഇറങ്ങി കേട്ടോ. ഇനി നമ്മൾ അജ്മീർ എത്തിയിട്ട് അവരോട് നമ്മളോട് ദോർക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അജ്മീർ വെച്ച് പിടിക്കാം. ഇനി ഒരുപാട് കറങ്ങി തിരിയാണ്ട് ഈ നാട് ആഗ്ര ആദ്യം വിടണമെന്നുണ്ടെങ്കിൽ ഫുള്ള് കറക്കമാണ് കേട്ടോ. അപ്പോൾ താജ്മഹലൊക്കെ കണ്ടു കഴിഞ്ഞ് നേരെ അടുത്തത് അജ്മീർ.
നമ്മൾ ഇന്നത്തെ റൂട്ടിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതാക്കണേ ഫുള്ള് മണലാണ്ട ഗൈസ്, വണ്ടി നീങ്ങുന്നില്ല. ഒരു പള്ളിക്ക് ലൊക്കേഷൻ അപ്പോൾ ഉള്ളവരെയുള്ള പള്ളിയാണ്. അപ്പോൾ ഫുള്ള് മണലാണ്. എനിക്ക് ഇറങ്ങേണ്ടി വന്നു. തല്ലാണ് കൊടുക്കുക ആക്സിലേറ്റർ. തണുത്തിട്ട് അയ്യോ. അപ്പൊ ശരി, പള്ളിക്കന്ന് കാണാം. ഹായ്, നമ്മളിപ്പോൾ എവിടെയാണെന്നറിയോ? നമ്മളിപ്പോൾ ഒരു പള്ളിയിലാണ് കേട്ടോ. അപ്പോൾ രാജസ്ഥാനിലൂടെ നമ്മളിപ്പോൾ ആദ്യം ഒരു പള്ളി അടിച്ചു, ലൊക്കേഷൻ അടിച്ചു. അത് കാട്ടിക്ക് കൊണ്ടാക്കി, അതായത് ഒരു പാടത്ത്. ഇപ്പോൾ രാജസ്ഥാനിൻ്റെ ഭൂമി ആയതുകൊണ്ട് ഫുള്ള് മണലാണ്, പൊടി മണലാണ്. അതിൻ്റെ ഉള്ളിൽ വണ്ടി ഇങ്ങനെ പൂണ്ട് കുറേ എണ്ണ കത്തിയെന്നല്ലാതെ ഒരു 1-2 കിലോമീറ്റർ ഫുള്ള് കണ്ടത് കൂടെ. അപ്പോൾ നമ്മൾ പിന്നെ അവസാനം ഒന്നുകൂടി നോക്കിയപ്പോൾ വേറൊരു പള്ളി കണ്ടു കേട്ടോ. ഒരു ഗ്രാമത്തിൽ ഹൈവേൻ്റെ സൈഡിൽ തന്നെയാണ്. ഇതാണ് ആ പള്ളി കേട്ടോ. ഇവിടെ ഒരു മലയാളം അറിയുന്ന ഒരു രാജസ്ഥാനി ഉണ്ടായിരുന്നു. മലയാളം മൂപ്പർക്ക് മലപ്പുറമൊക്കെ അറിയാം. മഞ്ചേരി അറിയാവുന്ന വെറുതെ തള്ളിക്കാരം, മലപ്പുറമൊക്കെ അറിയാം. അപ്പോൾ ഫുഡൊക്കെ ഇഷാൻ്റെ ഇപ്പം ആരിപ്പിൻ്റെ ടൈമാണ് കഴിഞ്ഞിട്ടുള്ളൂ. ഇഷാൻ്റെ സമയമാകുമ്പോൾ ഫുഡൊക്കെ കൊടുന്നേരാന്നൊക്കെ പറഞ്ഞു. ഹോട്ടലിലേക്കൊന്നും പോകണ്ടെന്നൊക്കെ പറഞ്ഞു. വണ്ടി നിർത്തിയിട്ടാണ് സേഫാക്കി തന്നു. നമ്മൾ ആധാർ നല്ലോണം ഫോട്ടോ എടുത്തു കേട്ടോ. പിന്നെ ഇവിടെ BJP ആണ് ഭരിക്കണത്, കുറച്ച് സൂക്ഷിക്കണം. ആരെങ്കിലുമൊക്കെ പോയി പറഞ്ഞാൽ സീനാവും. അപ്പോൾ ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ ആരും അറിയാതെ അല്ല നാളെ വരുമ്പോഴത്ത് പോകുമ്പോൾ ഒരു കുഴപ്പമില്ല. പക്ഷേ എങ്ങാനും ആരെങ്കിലും കൊണ്ട് കൊളുത്തി കൊടുത്താണ്ട് പോലീസുകാരുടെ കയ്യിലൊക്കെ കൊളുത്തി കൊടുത്താൽ ഭയങ്കര പ്രശ്നമാവും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ പറഞ്ഞു കേട്ടോ. കുറേ ആധാർ കാർഡൊക്കെ ഫോട്ടോ എടുത്തു. ഹൗലൊക്കെ പള്ളിൻ്റെ ഉള്ളിലാണ്. ഇവിടെ ഹൗലുണ്ട്, കാണൂല. നമ്മളെ വണ്ടി നിർത്തിയിട്ട സ്ഥലം എന്ന് പറയണത് ഇതേ അവിടെ ഉണ്ട്. വണ്ടി നിർത്തിയിട്ട് കാണുന്നുണ്ടോ? ചെറുതായിട്ട് കാണില്ലേ? അവിടെ വണ്ടി നിർത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിലാണ്. നമുക്ക് റോട്ടിൽ നിന്ന് ഒരു ഡയറക്റ്റ് റോഡ് ഇങ്ങോട്ടില്ല. നമ്മളവിടുത്തെ ഒരു ചെക്കനോട് പള്ളി എവിടെയാണെന്ന് ചോദിച്ചാണ്ട് പള്ളീൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ നമ്മളോട് ഫുഡ് കഴിച്ചു, ചായയും പിന്നെ 2 ബിസ്ക്കറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ അവർ അതൊന്നും കുഴപ്പമില്ല. ഫുഡ് ഇഷാൻ്റെ ശേഷം നമ്മൾ കൊണ്ടുതരും, നമ്മൾ വകാന്നൊക്കെയാണ് പറഞ്ഞ് മൂപ്പരണ്ട് പോയിട്ടോ. അപ്പോൾ ഇനി ആരും നിസ്കരിക്കണം, വീഡിയോ എഡിറ്റ് ചെയ്യണം, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. എന്നിട്ട് നമുക്ക് ഫുഡ് മൂപ്പര വക എന്താ ഫുഡാണ് നോക്കാം, എന്നിട്ടത് കഴിക്കാം, കിടന്നുറങ്ങാം. നാളെ അടുത്ത വീഡിയോ വരും. അപ്പോൾ നമുക്ക് ഫുഡ് നോക്കാം കേട്ടോ എന്താണെന്നുള്ളത്.